സേഫ്റ്റി ഒക്കെ ഉണ്ടോ? നമ്മൾ കയറുമ്പോൾ സാധനം പിടിച്ചു വീണാൽ എന്തോ നീന്താനും അറിയത്തില്ല. ഞങ്ങളൊരു റീല് കണ്ടായിരുന്നു, ഒരു ഫുഡ് സ്പോട്ടിന്റെ അവിടെ ഇഫ ചിക്കനോ ഇഫ ചിക്കൻ ചങ്ങനാശ്ശേരിയില് നല്ല ഇഫ ചിക്കൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇഫ ചിക്കനും അങ്ങനത്തെ സാധനങ്ങള് കഴിക്കാം. പക്ഷെ നമ്മൾ പോയി ചങ്ങനാശ്ശേരി ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടേ അങ്ങോട്ട് കയറുന്നുള്ളൂ. ഡെയിലി ഒബ്സർവേഷൻ പ്ലസ് ഫുഡിങ് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ അജണ്ട. ഓക്കെ ഗായ്സ്, ഇന്ന് നമ്മൾ മലയോരം വിട്ട് തീരദേശത്തേക്ക് പോവുകയാണ് അല്ലേ? അതെ, സൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടോ ആവോ? അപ്പൊ നമ്മൾ ബൈക്ക് വെച്ചുള്ള ഒഫീഷ്യൽ ലോങ് ട്രിപ്പാണിത്. നമ്മൾ നമ്മുടെ ലോക്കൽ ഏരിയ വിട്ട് പോകാൻ പോവാണ്. അതെ, നമ്മൾ ലോക്കൽ ഏരിയ വിട്ട് തീരദേശത്തോട്ട് പോകും. വീക്കലി ഒബ്സർവേഷൻ പാർട്ട് 4. നമ്മൾ പറഞ്ഞായിരുന്നു പത്തനംതിട്ട ഫുള്ള് കാണിച്ചിട്ടേ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നത്. പത്തനംതിട്ട മുഴുവനായിട്ട് കാണാൻ ഇനിയും 1-2 സ്പോട്ട് കൂടെ കാണുമല്ലേ? ഒന്നുമില്ല, കുറച്ച് സ്ഥലമുണ്ട്. നമ്മൾ ഒരു എപ്പോഴും പത്തനംതിട്ട എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കണ്ടല്ലോ. നമുക്കിപ്പോ ഡയറക്റ്റ് ചങ്ങനാശ്ശേരി ചെന്ന് ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ട് പിടിക്കാം. അവിടെ കുറെ കാണാൻ സ്ഥലമുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഇവരെ കാണിച്ചിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വരാം. ഓക്കെ, അപ്പം വീക്കിലി ഒബ്സർവേഷൻ പാർട്ട് 4. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മളിപ്പം തെക്കേമല I-20 I-20 ആണ്. I-10 അല്ലേ? I-20 പണ്ടത്തെ I-20. അളിയന്റെ I-20 ആയിരുന്നു. അളിയൻ ഇങ്ങനെ മഴയത്ത് വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് പോയപ്പം ഒരു വളവ് തിരിച്ചതാ. ഒരു പെണ്ണിങ്ങനെ റോഡ് വെട്ടിച്ച് നടുക്കൂടെ കയറി വന്നു. ആ പെണ്ണപ്പോഴത്തേനും വണ്ടി അങ്ങ് വീഴ്ത്തി. അവള് മാറിയപ്പോഴത്തേക്കിന് അളിയൻ കണ്ണടച്ചിട്ട് ആ വണ്ടിയുടെ മണ്ടയെ കൂടെ കയറ്റിക്കൊണ്ട് പോയി. I-20 ബാങ്കിന്റെ വണ്ടി ഐസ് ചെയ്താലും SBI SLR കാണും ഫ്രണ്ടില്. ഇന്നത്തെ ടൂറിംഗ് വ്ളോഗ് ഒരു മണി ഹേസ് വ്ളോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് വല്ല ഈ ഏതെങ്കിലും മൈരന്മാർ ഇത് കുത്തി നടന്നാൽ നമ്മുടെ നെഞ്ചത്തിരിക്കും. ഇതാണ് വേൾഡ് ഫേമസ് കോഴഞ്ചേരി പാലം. നമ്മൾ ഹൈസ്റ്റ് ചെയ്യുന്നു, താഴെയുള്ള റബ്ബർ ബോട്ടിലേക്ക് എടുത്ത് ചാടുന്നു, പറന്നു പോകുന്നു. എന്നിട്ട് അടിയെന്ന് മറ്റേ ഈ പാലത്തിന്റെ അടിയിൽ കൂടാണ് പുണ്യനാഥ പമ്പ ഒഴുകുന്നത്. പോലീസ് ചെയ്യുന്നു, മൈര് പിടിച്ചു നിർത്തുമോ വീഡിയോ എടുക്കുന്നത്? അവരുടെ ഗണ്ണുണ്ടോ? ഉണ്ട്, SLR ഉണ്ട്. SLR കോട്ടയം 36 കിലോമീറ്റർ. പക്ഷെ നമ്മൾ കോട്ടയത്തോട്ടല്ല പോകുന്നത്. നമ്മുടെ അജണ്ട എന്തുവാ? നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മളൊരു ഡെയിലി ഒബ്സർവേഷൻ ചാനലാണല്ലോ. പക്ഷെ നമുക്കൊരു എയിം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വ്യൂസ് കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അവിടെ നമ്മൾ ഇന്നൊരു ഫുഡ് സ്പോട്ട്, ഞങ്ങളൊരു റീല് കണ്ടായിരുന്നു, ഒരു ഫുഡ് സ്പോട്ടിന്റെ അവിടെ ഇഫ ചിക്കനോ ഇഫ ചിക്കൻ ചങ്ങനാശ്ശേരിയില് നല്ല ഇഫ ചിക്കൻ കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ ഇഫ ചിക്കനും അങ്ങനത്തെ സാധനങ്ങള് കഴിക്കാം. പക്ഷെ നമ്മൾ പോയി ചങ്ങനാശ്ശേരി ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടേ അങ്ങോട്ട് കയറുന്നുള്ളൂ. ഡെയിലി ഒബ്സർവേഷൻ പ്ലസ് ഫുഡിങ് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ അജണ്ട. ഇരുവേലൂരായി ഇതാണ് ഇരുവേലൂർ ജംഗ്ഷൻ. പ്രൈവറ്റ് ബസ് ഒക്കെ നിർത്താൻ പോവാന്ന് പറയുന്നു. പ്രൈവറ്റ് ബസ് നിർത്തട്ടെ, എനിക്ക് പ്രൈവറ്റ് ബസ്സിനോട് ഒരു താല്പര്യമില്ല. ഇവിടെ പ്രൈവറ്റ് ബസ്സിന്റെ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി. ഒന്നാമത് KSRTC പേടിച്ച് റോഡിൽ വണ്ടി ഇറങ്ങാൻ ഒക്കത്തില്ല. ഇപ്പൊ പ്രൈവറ്റ് ബസ് ആരും കൂടാ ഹോൺ അടിക്കും ഈ ബ്ലോക്കിനൊക്കെ വന്നിട്ട്. കായംകുളത്ത് ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞായിരുന്നു. 2 ബസ്സുകാർ തമ്മിൽ വഴക്കായിട്ട് ഒരുത്തം കൊണ്ടുവന്ന് മറ്റേ ബസ്സിലിട്ട് ജീവിക്കാനുള്ള നെട്ടപ്പാടാന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർ കൂടെ ജീവിക്കണ്ടേ? സോ ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. ഈ ചാനൽ വളർത്തുക, അതിൽ നിന്നുള്ള റെമ്യൂണറേഷനിൽ നിന്ന് നമ്മൾ റൈഡിംഗ് ഗിയർ മേടിക്കും, ചാനലിന് വേണ്ടിയുള്ള വ്ലോഗിംഗ് ഗിയർ മേടിക്കും, വണ്ടികൾ മേടിക്കും, അത് മോഡിഫൈ ചെയ്യും. ഓൾ കേരള പോവും, ഓൾ ഇന്ത്യ പോവും, പിന്നെ നേപ്പാൾ, പാകിസ്ഥാൻ, ചൈന ഇന്റർനാഷണൽ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. നമുക്കൊരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കണം. അതിൽ ഭാഗമായാൽ നിങ്ങളെ ഞങ്ങൾ ഇപ്പോഴേ ക്ഷണിക്കുന്നു. ഗൈസ്, ലെഫ്റ്റ് സൈഡിൽ വീടുകളുണ്ട്, റൈറ്റ് സൈഡിലും അതേ വ്യൂസ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഇച്ചിരി കണ്ടമുണ്ട് വാസ്റ്റ് ആയിട്ട്. ഇങ്ങനെ താണ്ട് പാലങ്ങളുണ്ട്. പാലങ്ങൾ വഴിയാണ് ആൾക്കാർ അപ്പുറത്തോട്ട് പോകുന്നത്. മഴയൊക്കെ വരുമ്പോൾ പക്ഷെ ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ. സൈഡിൽ ഇവിടെ വെള്ളം, അതൊരു വരമ്പാടാ. ആ വരമ്പിലാ വീട് നിൽക്കുന്നത്. ആ കാണുന്ന വീടെല്ലാം വരമ്പിലാ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പാലമുണ്ട് കണക്ട് ചെയ്ത്. അപ്പുറത്തും വെള്ളം, ഇപ്പുറത്തും വെള്ളം. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. മീൻ കാണും പിന്നെ. സോ ഗൈസ്, നമ്മളുടെ തീരദേശ എക്സ്പ്ലോറേഷൻ നമ്മളെ ഇപ്പോൾ ഒരു ഹൈവേ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുക, ഈ മണ്ടന്മാരെന്താണ് ഈ വണ്ടി എടുത്തോണ്ട് ചുമ്മാ റോഡിൽ കൂടെ ഓടിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വീക്ക്ലി ഒബ്സർവേഷൻസ് ആണ്. റോഡിൽ കാണുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് നിങ്ങളോട് പറയും അതെ എന്തൊക്കെ ഇവിടെ നടക്കണം. ഇറ്റ്സ് സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓരോ ആൾക്കാരുടെ ബിഹേവിയർ, ഓരോ സ്ഥലങ്ങള്,
നമുക്ക് തോന്നുന്നതല്ല നമ്മൾ പറയും. നമുക്ക് തോന്നുന്ന വഴി കൂടെ അല്ല നമ്മൾ പോകും. അറിയും ബ്രോ, താറാമുട്ട വേണോ? നല്ല പ്രോട്ടീനാ. താറാമുട്ട ഒരു കോഴിമുട്ടയുടെ 2 ഇരട്ടിയുണ്ട്, അറിയാവോ? അങ്ങനൊന്നുമില്ല. വലിപ്പമുണ്ട്, അറിയത്തില്ലായിരുന്നു. താറാമുട്ടയ്ക്കും കോഴിമുട്ടയ്ക്കും സെയിം വലിപ്പമാണോ? ബ്രോ, യു ആർ ഡിലൂഷണൽ. ഞങ്ങളുടെ വീട്ടിൽ താറാവൊക്കെ ഉണ്ടായിരുന്നു ബ്രോ. താറാമുട്ടയും കോഴിമുട്ടയും തമ്മിൽ വലിപ്പ വ്യത്യാസം ഉണ്ട്. ചെറിയൊരു വ്യത്യാസം കാണാം, ഇരട്ടിയൊന്നുമില്ല. ഇരട്ടിയില്ലേലും വലിപ്പമുണ്ട്. വലിപ്പമുണ്ട്, നോട്ടീസബിൾ വലിപ്പമുണ്ട്. ചെറിയൊരു വ്യത്യാസമല്ല, നോട്ടീസബിൾ വലിപ്പം. 10% വലിപ്പം കാണും. 10% വലിപ്പം ഉണ്ടായിരിക്കും. അല്ലല്ല, താറാമുട്ട വെള്ളയാ, അതറിയാമോ ബ്രോ? മോർ ദാൻ 10%. കോഴിമുട്ട ഇത്രയുള്ള, താറാമുട്ട ഇത്രയുണ്ട്. അങ്ങനൊന്നുമില്ല. എക്സ്പ്ലോറിംഗ് ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് ആലപ്പുഴ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇതുവഴി വരത്തില്ലെന്ന്. ഞങ്ങൾ ചുമ്മാ നിങ്ങളെ പറ്റിക്കുവാണെന്ന്. അല്ല, ഞങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ ചേറിന്റെ മണം. അതെ, നല്ല ചേറിന്റെ മണം. മഴയായതുകൊണ്ടാണ്. ചൂണ്ടയുണ്ടായിരുന്നു, ചൂണ്ടയിടായിരുന്നല്ലേ? അതെ. അപ്പോൾ ഫിഷിംഗ് വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ. നമ്മളിതാ എവിടോ എത്തിച്ചേർന്നിരിക്കുകയാണ്. റോഡ് എൻഡ്സ് ഹിയർ, ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ ഒരു ക്യൂരിയോസിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ആ റോഡിൽ കൂടി ഇങ്ങോട്ട് വന്നാൽ ഇത്രയേ ഉള്ളായിരുന്നു. നേരെ പോയ കായൽ, പള്ളി പോകുന്ന വഴിയാ. ഇതാണ് ആലപ്പുഴയുടെ പ്രത്യേകത. ഇത് കണ്ടമാണോ അതോ അതാണ്ട് ബോട്ട് ചട്ടി കായലാ ബ്രോ. കണ്ടമെന്ന് പറഞ്ഞാലും ഇറങ്ങിയാൽ പോകും. നേരെ ആരാ കണ്ടോന്ന് പറഞ്ഞിട്ട് കായലിൽ ഇറങ്ങുന്നേ? ഈ പത്തനംതിട്ടക്കാരെ ഇങ്ങോട്ട് തോറ്റു. എന്റെ തനി സ്വരൂപം എടുപ്പിക്കരുത്. നല്ല പേര, ശാന്തമായ ഒരു സ്ഥലം. അതെ, നല്ലൊരു വ്യൂ. അതാണ് എന്റെ മനസ്സാദ്യമേ പിടിച്ചടക്കിയത്, ഈ ഒരു വ്യൂസ് ആണ്. ഈ വഴിയാണ് ഇയാൾ പറഞ്ഞേ. ഓക്കെ ഗൈസ്, നമ്മുടെ മെയിൻ അജണ്ടയിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഇഫ്താ ചിക്കൻ. ഈ വരന്റെ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ബട്ട് അതിനുള്ള ടയേഴ്സ് നമുക്കില്ല. ഈ വഴിയൊന്നും ആരും വീഡിയോ എടുത്തിട്ടില്ല. ഗൈസ് നോക്കൂ, ഒരു കാള. ഇവിടെ കണ്ട് പൊളിയാറായിരിക്കുന്നു. അതിന് വെള്ളം കയറിയുടെ ഇവിടെ. അപ്പൊ നമ്മളെ വല്ലാതെ നോക്കുന്നു. ഇവിടെ കണ്ട് കായൽ കവിഞ്ഞു. നല്ല ആഴമുണ്ട്. നല്ല ആഴമുണ്ടായിരുന്നു. വണ്ടി ഒന്ന് പമ്മി ഓഫായാലേ തീർന്നു നിന്റെ വണ്ടി. ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണേലും ഇവിടുത്തെ ആൾക്കാർക്കൊരു ദുരിതാവസ്ഥയുണ്ട് ഗൈസ്. താറാവൊക്കെ അതിന് സേഫ്റ്റി ഒക്കെ ഉണ്ടോ? നമ്മൾ കയറുമ്പോൾ സാധനം പിടിച്ചു വീണാൽ എന്തോ നീന്താനും അറിയത്തില്ല. ദൈവമേ, തിരിച്ച് നമ്മൾ ഓക്കെ ഗൈസ്. അപ്പം നമ്മള് ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഓൺ റൂട്ട് കിച്ചൺ എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. ഇവനൊരു റീൽ വന്നായിരുന്നു. ഇവനെനിക്കത് ഒരാഴ്ച മുമ്പ് അയച്ചു തന്നായിരുന്നു ഇവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. റീൽസിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഇടുവാന്നാ പറഞ്ഞേ. അതെ, നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചാണ് പോയത്. അപ്പോൾ ഓൺ റൂട്ട് കിച്ചൺ എന്നാണ് ആ കടയുടെ പേര്. ഇഫ്ഫ ചിക്കൻ കഴിക്കാൻ ഞങ്ങൾ പോയത് ഒരു റീല് കണ്ടിട്ട്. റീൽസ് നമ്മളിവിടെ കൊടുക്കാല്ലേ? ആ റീൽസിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യും. ഇനി ചാവശ്ശേരിക്കാർക്ക് നല്ല ഇഫ ചിക്കൻ കഴിക്കാൻ അങ്ങ് കൊച്ചു വരെയൊന്നും പോകണ്ട. നേരെ വിട്ടോ നമ്മുടെ തെങ്ങാനുള്ള ഓൺ റൂട്ട് കിച്ചണിലോട്ട്. ഇഫ ചിക്കൻ, നാട്ടിലെ ഇഫ ചിക്കൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണോ? ഒറിജിനൽ ഇഫ ചിക്കൻ്റെ ടേസ്റ്റ് എന്തായാലും ഇങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ മൂന്നിയ സാധനം ഇല്ലയോ? അതെ, ഒരു കാശിനും കൊള്ളത്തില്ല. ഒരു ബാർബിക്യൂ അൽഫാം കഴിച്ചൊരു ഫീൽ ഇഫ ചിക്കൻ കഴിച്ചായിട്ട് തോന്നിയതായിരുന്നു ആ റീലിനകത്ത്. പക്ഷേ ആ കട മാത്രം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നല്ല സൗകര്യമുള്ള കടയായിരിക്കും. ഒരേ സമയം ഒരു 10 പേർക്ക് ഇരുന്ന് കഴിക്കാമല്ലേ. സോ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരായിരുന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിനക്കോ? ഇഷ്ടപ്പെട്ടില്ല. ഒരു രസമില്ല. മധുരം ഭയങ്കര കൂടുതലായിരുന്നു. മസാലയ്ക്ക് ഒരു രസമില്ല. രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വരേണ്ടടുത്ത് മധുരം ഇച്ചിരൂടെ കൂടുതൽ മധുരവും മറ്റേ ആ ചിക്കൻ്റെ അല്ല നോർമൽ മസാല അത്ര അറിയാനും ഇല്ലായിരുന്നു. ഇതിലും ബെറ്റർ ആയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അതെ, ഇതിലും ബെറ്റർ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ആ റീൽസിൽ പറയുന്നതിന്റെ അത്രയൊന്നും പൊക്കാനുള്ളതൊന്നും ഇല്ല ഇതിനകത്ത്. അത് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചായിരിക്കും. പിന്നെ ഏറെക്കുറെ ആയിരിക്കണം. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് അതുവഴി ടി ആൻഡ് ടി കയറിയാണ്.
തീയാൻഡി കയറി നമ്മൾ ഷവായ തിന്നു, ഷവർമ്മ തിന്നു. ഷവായുടെ കൂടെ വന്ന മറ്റേ ഈ മാങ്ങ അരിഞ്ഞിട്ടൊരു സംഭവമുണ്ട്, സലാഡ്. അതൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? അതങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. പക്ഷെ മറ്റേടത്ത് വന്ന് എന്തോ ക്യാബേജ് അരിഞ്ഞ്, മറ്റേത് ക്യാബേജ്, അതെന്താ വല്ലാത്തൊരു രുചി, ക്യാബേജിന്റെ രുചി. ഒരു ക്യാബേജ് അരിഞ്ഞ് തന്നു, പിക്കിൾഡ് പോലും അല്ല. തീയാൻഡി നല്ലതാണ്, അതിന്റെ പേര് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. തീയാൻഡി നമ്മളൊരു റിവ്യൂ കണ്ടിട്ട് കയറിയല്ലയോ? തീയാൻഡി നമ്മൾ റിവ്യൂ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, പറയുന്ന റിവ്യൂയോടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, പാർക്കിങ്ങും ഉണ്ട്, സർവീസും നൈസാണ്, സർവീസും കൊള്ളാം. അത്രയും പേര് അവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് സാധനം വന്നു, പട്ടപ്പട്ടയെന്ന് കഴിഞ്ഞു. മറ്റേ സ്ഥലത്താണെങ്കിൽ മറ്റേ ഓർഡർ ചെയ്ത് ഇച്ചിരി നേരം നമ്മളിരുന്നു, 10-20 മിനിറ്റ് ഇരുന്നു. ഇത് ചെന്നിരുന്നു, അപ്പൊ തന്നെ ആൾ ഓർഡർ എടുക്കാൻ വന്നു. നല്ല സർവീസ് ആയിരുന്നു, നല്ല സർവീസ്. മസാലയും കൊള്ളാം. എനിക്ക് പക്ഷേ ഇച്ചിരി ഷവർമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷവർമ ഇഷ്ടപ്പെട്ടു. ഷവർമ ഓക്കെ ഗായ്സ്, നമ്മൾ നമ്മുടെ ചാനലിന്റെ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഫ്യൂച്ചർ ഓഫ് ദ ചാനൽ അല്ലേ? വീഡിയോസ് ക്ലിക്കായി തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഡെയിലി ഒബ്സർവേഷൻസിന്റെ കൂടെ ക്യാമ്പിംഗ് കൂടെ സെറ്റ് ആക്കുന്നതായിരിക്കും അല്ലേ? അതെ, ക്യാമ്പിംഗ് അല്ല, ആദ്യം നമ്മള് കുക്കിംഗ്, ഔട്ട്സൈഡ് കുക്കിംഗ്. നമ്മൾ എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോകുന്നു, നല്ല പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട്, നല്ല സീനറി ഉള്ള സ്ഥലം, അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വല്ല ബർഗറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് അവിടെ ചില്ല് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്ററി ആയിട്ട് തരും. അതെ, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അവിടെ ക്യാമ്പിങ് ചെയ്ത് തുടങ്ങും. Sir, I want to reach 1 million likes.